അപ്പം ഞമ്മക്കേ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടോക്കിയാലോ. ഇന്നിപ്പോൾ രാവിലത്തെ വീഡിയോ ഒന്നല്ല കേട്ടോ. കുട്ടികളൊക്കെ പറഞ്ഞയച്ച് ചായ കുടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം മുതലാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ദാ എല്ലാവരും പോയി കഴിഞ്ഞ് രാവിലത്തെ ചായ കുടി കഴിഞ്ഞാൽ എന്തേക്കാരം അടുക്കളേൻ്റെയൊക്കെ കോലെന്ന് ഞാൻ പറയണ്ടല്ലോ നിങ്ങളോട്. ആ കോലത്തിലാണ് ഇതാ ഇവിടെ കിടക്കുന്നത് കേട്ടോ. പാത്രം കഴുകി അങ്ങോട്ട് വെച്ചാൽ തന്നെ അടുക്കള ഒന്ന് വൃത്തിയായ പോലെ അങ്ങോട്ട് തോന്നുള്ളൂ. ഈ ഒരു സമയത്തൊക്കെ ആരെങ്കിലും ഒന്ന് കയറി വന്നിട്ടുണ്ടെങ്കിലേ പിന്നെ ഒരു ഇങ്ങോട്ട് വരൂല. അങ്ങനത്തെ കോലാണ് കേട്ടോ ഉള്ളത്. ഞാനാണെന്നുണ്ടെങ്കിൽ മക്കളെ പറഞ്ഞയച്ചിട്ട് ഇപ്പം എനിക്ക് തുടങ്ങിയ ഒരു ദുശീലമാണ് കേട്ടോ. കുറച്ച് നേരം പോയി അങ്ങോട്ട് ഇരിക്കൽ. അങ്ങനെ എന്തായാലും ആ ഇരുത്തൊക്കെ കഴിഞ്ഞ് എണീച്ചിട്ടുണ്ട്. വേഗം ഒന്ന് പാത്രമൊക്കെ ഒന്ന് കഴുകി ഒതുക്കി പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതാ നേരെ അതാ 2 വള്ളി വിറക് എടുക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഞാനാണെന്നുണ്ടെങ്കിൽ വിറക് അടുപ്പിൻ്റെ അടിയിൽ അങ്ങനെ കൊണ്ടുപോയി വെക്കൂല കേട്ടോ. ആവശ്യത്തിന് അപ്പം അങ്ങനെ വന്ന് എടുത്ത് കൊണ്ടുപോവുകയാണ് ചെയ്യുക. വേഗം തീയൊക്കെ ഒന്ന് കത്തിച്ച് ചോറിനുള്ള വെള്ളം നട വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇതാ തീയൊക്കെ ഒന്ന് കത്തിച്ചെടുത്തിട്ടുണ്ട്. ഇനി വേഗം ചോറിനുള്ള വെള്ളം വെക്കട്ടെ. എന്നിട്ട് വേണം കറിയും ഉപ്പേരിയും ഒക്കെ ആക്കിയെടുക്കാൻ. പിന്നെ നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തിക്കാളാം കേട്ടോ. അതേപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കൂ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്നും നമ്മളെ സപ്പോർട്ടൊക്കെ ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാനിതാ ചോറിനുള്ള വെള്ളം വെച്ചിട്ട് നേരെ കുഞ്ഞമ്മത്തിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും ഒന്ന് വേഗം പോയി നന്നാക്കിയൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് കറിയാക്കാൻ നോക്കുകയാണ് കേട്ടോ. കറിയാക്കാൻ ഇതാ പിന്നെ തക്കാളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം കൂടെ ഒന്ന് ചട്ടിയിലൊക്കെ ഇതാ ഒന്ന് വാട്ടി എടുക്കുന്നുണ്ട്. കറണ്ട് പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് ഫ്ലാഷ് അടിച്ച് എടുക്കുന്നതും കൊണ്ടാണ് കേട്ടോ വേറൊരു വെളിച്ചം പോലെ ഉള്ളത്. കറണ്ട് ഇന്ന് രാവിലെ പോയിട്ട് വൈകുന്നേരത്താണ് വന്നിട്ടുണ്ടായിരുന്നത്. എന്തോ പണിയേറ്റം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും ഞാൻ ആ ഉള്ള വെളിച്ചത്തിൽ അങ്ങനെ അങ്ങോട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇതാ കറി അവിടെ അങ്ങനെ സെറ്റായിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഞാൻ അപ്പുറത്തേക്കും വെള്ളമൊക്കെ തിളച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അരിയൊക്കെ ഒന്ന് അടുപ്പത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാട്ടോ ഇനിയിപ്പോൾ ചോറ് അവിടെ നിന്ന് വേവട്ടെ. അപ്പോഴത്തേക്ക് നമ്മൾ കറീൻ്റെ സാലിനൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ടായി. അപ്പോൾ അതൊക്കെ തിളച്ച് വന്നപ്പം അതിലേക്കുള്ള മീനും അങ്ങോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് അവിടെ നിന്ന് അങ്ങനെ വേവട്ടെ. പൊരിക്കാനുള്ളത് ഞാൻ പെരക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ കായ ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. പച്ചക്കായ ഉണ്ടായിരുന്നു. അപ്പോൾ അത് മഞ്ഞപ്പൊടിയും പച്ചമുളകും ചെറിയൊരു കഷ്ണം ഉള്ളിയൊക്കെ ഇട്ടിട്ട് ഞാനൊന്ന് കുക്കറിൽ ഒരു 2 വിസിലടിച്ച് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചു, കുറച്ച് വെളുത്തുള്ളി കുത്തി ചതച്ചതും കറിവേപ്പിലയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഒരു കായ ഉപ്പേരിൻ്റെയും കൂടെ ഒന്ന് നല്ലോണം ഒന്ന് വറവൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അതാ അടുത്തത് ചോറ് വയ്ക്കലാണ്. മീൻ കറിയും മീൻ പൊരിച്ചതും ഉപ്പേരിയൊക്കെ കൂട്ടി ഞാൻ ചോറ് വയ്ക്കട്ടെ.